നല്ല മനസ്സിലാകാനാണ്. കൈ കൊടുക്കും. ഇല്ല, എല്ലാവരും ഈ എല്ലാ പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും നമുക്ക് എത്ര സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. സമാധാനത്തോടെ നമ്മൾ പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല ശരീരം കൈവയ്ക്കും. പക്ഷെ സമാധാനമുണ്ട്. പ്രശ്നങ്ങളൊരു വഴിക്കുണ്ട്, അസുഖങ്ങളൊരു വഴിക്കുണ്ട്, പക്ഷെ നമുക്ക് സമാധാനമുണ്ട്. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടുന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അതല്ലേ വേണ്ടുന്നത്? എത്ര പേർക്ക് വേണം ഇതൊക്കെ പറഞ്ഞത്? സന്തോഷം, സമാധാനം എല്ലാവർക്കും വേണം. വേണമെങ്കിൽ നിങ്ങളിപ്പോ മുറുക്കെ പിടിച്ചു. ഭഗവാന്റെ പാദങ്ങളാണ് നമ്മളിപ്പോ അഭിഷേകം ചെയ്യുന്നത്. ആ പാദത്തിനെ അങ്ങോട്ട് മുറുകെ പിടിച്ചോളുക. ഇത് അതിന്റെ അവസാനത്തെ ആശ്രയമാണ്. ഇതുകൊണ്ട് നിങ്ങൾ വേറെ അമ്പലത്തിൽ പോകണമെന്നൊന്നുമില്ല. നമ്മളൊക്കെ എല്ലാ അമ്പലങ്ങളും പോയി. ഇവരൊക്കെ എല്ലാ അമ്പലങ്ങളും പോകുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന, നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുരു എന്ന് പറഞ്ഞിട്ടോ അങ്ങനെ കാണിച്ചിരുന്നൊന്നും ആരുമില്ല. അപ്പൊ നമുക്ക് മറ്റു ക്രിസ്ത്യൻസിനായിട്ടൊക്കെ പള്ളിയിൽ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നടന്നാൽ അവിടെ പ്രത്യേക ആരെങ്കിലും പോകുന്നുണ്ടോ? നിങ്ങൾ എന്താ വലത്തുനാടെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആശ്രയമുള്ളൂ അല്ലേ? പിന്നെ നമുക്കൊരു വലിയൊരു ആപത്ത് വന്നിരിക്കുമ്പോൾ ഒരു കച്ചത്തിൽ നമുക്കത് ദൈവമാണ് അന്നല്ലേ പറയുന്നത്. അതേപോലെ ഇന്നിപ്പോ നമുക്ക് എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആവശ്യമുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ പാതകങ്ങളെ അങ്ങോട്ട് മുറുകെ പിടിക്കുക. അമ്മ ഭഗവാന്റെ ഒരു പാതകങ്ങളാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മുറുകെ പിടിച്ച് എനിക്ക് ഇവിടെ ഓരോ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സ് നിറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് വീഴുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല. അവിടെ വേറെ ഒരു അഭിമാനം നോക്കേണ്ട ആവശ്യമില്ല. ഭജന സംഗീതത്തിന് ഇവിടെ നടക്കും. നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിലെ ഫീലിങ്സ് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ്. എന്റെ അനുഭവം പുഷ്പാജിയുടെ അല്ല ലീനാജിയുടെ അല്ല ശിവാജിക്ക്. അപ്പൊ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളും ഭഗവാനും മാത്രം, ഇവിടെ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരെ ആരും നിങ്ങൾ നോക്കണ്ട. നിങ്ങളും ഭഗവാനും മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ഭഗവാന്റെ പാദത്തിന്റെ അഭിഷേകം ചെയ്യുന്നത് കാണുന്നു, നിങ്ങൾ അതിൽ പങ്കു ചെയ്യുന്നു. നിങ്ങളും മാനസികമായിട്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് കണ്ടുകൊണ്ടിട്ടുണ്ട്. ഭഗവാന്റെ പാദത്തിനെ മുറുക്കി പിടിക്കുക. എന്നും ഞാനും എൻ്റെ കുടുംബവും, അങ്ങനെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. എന്നും ഞാനും എൻ്റെ കുടുംബവും അമ്മ ഭഗവാന്റെ ഈ പൊൻപാദങ്ങളിൽ എന്നും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നിങ്ങളവിടെ പൈസ കൊടുക്കുക, ലക്ഷങ്ങൾ കൊടുക്കുക, അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അവിടെ പാദത്തിൽ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ നാട്ടില് ഈ ഒരുപാട് ദുരന്തങ്ങൾ വരാൻ പോകുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഒരുപാട് വരാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു യുഗത്തിന്റെ അവസാനമാണ് ഇപ്പൊ, കലിയുഗത്തിന്റെ അവസാനമാണ്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ? കലിയുഗത്തിന്റെ അവസാനത്തിലാണ് കൽക്കി വന്നിരിക്കുന്നത്. കലിയുഗം മാറി സത്യയുഗം വരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഓരോ യുഗത്തിന്റെ അവസാനത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ വലിയൊരു ദുരന്തം ഉണ്ടാവും. പ്രകൃതി ദുരന്തമായിട്ട് അത് തീ പിടിച്ചതാകാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമാകാം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും ആകാം. ആ സമയത്ത് നമ്മുടെ ജനസംഖ്യ ഉള്ളതിന്റെ 1/3 പോകുകയാണ്. ഇപ്പൊ 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഇനി ഈ ഭൂമിയിൽ ജീവിക്കാൻ പോണത് 300 കോടി ജനങ്ങളെ ജീവിക്കുള്ളൂ. അപ്പൊ നമ്മളെല്ലാരും അതിനകത്ത് പെടുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മള് ഭഗവാന്റെ പാദത്തിൽ മുറുകെ, ഭഗവാൻ വന്നിരിക്കുന്നത് തന്നെ അതിനാണ്. നമ്മളെ എല്ലാവരെയും സത്യയുഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഭഗവാനോടൊപ്പം പോകണ്ടേ? ഇന്ന് ഒരു അവതാരം ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്ന് നമ്മൾക്കൊക്കെ ആ ദൈവത്തെ കാണുവാനും ദൈവത്തിനോടൊപ്പം ജീവിക്കുവാനും ദൈവത്തിന്റെ കൂടെ നടക്കുവാനും ഡാൻസ് ചെയ്യാനും ഒക്കെ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ്. ഒരു വലിയ മഹാഭാഗ്യമാണ് നമ്മളൊക്കെ. നമ്മുടെ ഈ ജന്മം എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം ചെയ്തൊരു ജന്മമാണ് അല്ലേ? എത്ര പേർക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ശ്രീരാമനും സീതയും ഭൂമിയിൽ അവതരിച്ച സമയത്തായാലും കൃഷ്ണനും രുക്മിണി അവതരിച്ച സമയത്താണെങ്കിലും ഇവര് എത്ര പേര് മനസ്സിലാക്കി അല്ലേ? മനസ്സിലാക്കിയവര് ആ ദൈവത്തിന്റെ അനുയായികളായിട്ട് കൂടെ. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് നമ്മളന്നും ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇന്ന് ഇപ്പം പുതുതായിട്ട് വന്നവരാണെങ്കിൽ പോലും നിങ്ങളെ ഇന്നത്തെ ഭഗവാൻ കൊണ്ടുവന്നു. നിങ്ങൾ ഏതോ ഒരു സമയത്ത് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അതിനെ കൈപിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇന്ന് ഭഗവാൻ. അപ്പോൾ ആ ഗോൾഡൻ ഏജ് വരാൻ, സത്യയുഗം വരാൻ പോകണം. നമ്മളെല്ലാവരും ഭഗവാന്റെ കൂടെ ഉണ്ടായി. ഭഗവാൻ ഇപ്രാവശ്യത്തെ മുഖ്യമോക്ഷ ക്ലാസ്സിലൂടെ പറഞ്ഞു, എല്ലാവരും നിങ്ങളുടെ ആരോഗ്യത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഭഗവാൻ ഫിസിക്കലായിട്ട് മാസ്റ്റർ ദിവസം ക്ലാസ്സിൽ പറഞ്ഞത് ഭഗവാൻ ഏറ്റവും എടുത്തു പറഞ്ഞ കാര്യം എല്ലാവരും ഇനി ഒരു 10 കൊല്ലം 15 കൊല്ലം നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഗോൾഡൻ ഏജിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ തന്നെ എന്തുമാത്രം ഒരു കരുണയാണ് നമ്മളോട് കാണിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഭഗവാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഭഗവാൻ പാദം പിടിക്കണം. ഇപ്പൊ ഇവിടെ അഭിഷേകം തുടങ്ങുകയാണ്. നിങ്ങൾ ആദ്യം തന്നെ എല്ലാവരും കണ്ണുകൾ അടയ്ക്കും. ഇവിടെ സ്ഥലമുണ്ട്. പിടിക്കാൻ പറ്റില്ല, ആരെങ്കിലും പറ്റില്ല.
മോൻ താഴെ ഇരിക്കും, അമ്മ ഇരിക്കും. എല്ലാരും കണ്ണുകൾ, മക്കളെല്ലാരും കണ്ണുകൾ അടയ്ക്കും. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുടങ്ങാം. എല്ലാരും കണ്ണുകൾ അടച്ച് ഭക്തിയോടെ പ്രാർത്ഥന ചെയ്യുക. ഇപ്പൊ ഇന്ന് ഇവിടെ നടക്കുന്ന അമ്മ ഭഗവാന്റെ ജന്മദിനത്തില് നമ്മളിവിടെ അഭിഷേകം, ആരാധന എല്ലാം ഉണ്ടായിരിക്കും. ഈ സമയത്ത് അമ്മ ഭഗവാനോട് ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥന ചെയ്യുക. എല്ലാരും കണ്ണുകൾ അടയ്ക്കും. എന്നും അമ്മ ഭഗവാൻ ഈ ഭൂമിയിൽ അവതാരം എടുത്ത സമയത്ത് എന്നെയും കൂടെ കൊണ്ടുവന്നതിന് നന്ദി ഭഗവാൻ. ഇനിയുള്ള ജന്മം, ഈ ഒരു ജന്മത്തിൽ ഇനിയുള്ള കാലത്തോളം എന്നും അമ്മ ഭഗവാന്റെ പൊൻപാദങ്ങളിൽ ഞങ്ങളുടെ കുടുംബം ഉണ്ടായിരിക്കണം. അമ്മ ഭഗവാന്റെ പ്രവർത്തനങ്ങൾക്ക്, അമ്മ ഭഗവാനെ സഹായിക്കുവാൻ ഒരു വാഹനമായി ഞാൻ നിൽക്കുന്നതാണ്. അമ്മ ഭഗവാന്റെ കരങ്ങളിൽ ഞങ്ങളെ സുരക്ഷിതമായി പിടിച്ചുകൊള്ളണം. ഓം സച്ചിദാനന്ദ പരബ്രഹ്മ പുരുഷോത്തമ പരമാത്മാ ശ്രീ ഭഗവതി സമേത ശ്രീ ഭഗവതേ നമഃ. ശ്രീ ഭഗവതി സമേത ശ്രീ ഭഗവതേ നമഃ. ശ്രീ ഭഗവതി സമേത ശ്രീ ഭഗവതേ നമഃ. ശ്രീ ഭഗവതേ നമഃ. ശ്രീ അനുഗ്രഹപ്രദാത ശ്രീ പരജ്യോതി ഭഗവതി ഭഗവാൻ അനുഗ്രഹീതോസ്മി. എല്ലാവരും രണ്ട് കരങ്ങൾ ശിരസിന് മുകളിൽ സമർപ്പിച്ച് അനുഗ്രഹം മേടിക്കുക. അനുഗ്രഹപ്രദാത ശ്രീ പരജ്യോതി ഭഗവതി ഭഗവാൻ അനുഗ്രഹീതോസ്മി. അനുഗ്രഹപ്രദാത ശ്രീ പരജ്യോതി ഭഗവതി ഭഗവാൻ അനുഗ്രഹീതോസ്മി. അനുഗ്രഹീതോസ്മി. താങ്ക് യു ഭഗവാൻ. താങ്ക് യു. ഇപ്പൊ നമ്മളിവിടെ അഭിഷേകം ചെയ്യുമ്പോൾ ആദ്യം ജലം ഉപയോഗിച്ച് പാചകം, നമ്മളൊരാൾ വീട്ടിലേക്ക് വരുമ്പോൾ പണ്ടൊക്കെ ചെയ്തിരുന്ന ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അവരുടെ കാല് കഴുകി അത്തേക്ക് സ്വീകരിക്കുക. അതേപോലെ എല്ലാം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥന ചെയ്യും. മഞ്ഞൾ ചന്ദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനായിട്ട് ബന്ധം വരണം, ഇല്ലേ? ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും ബന്ധം. നമ്മൾ പക്ഷേ അമ്പലങ്ങളിൽ പോകുമ്പോൾ നമ്മളൊരു വിഗ്രഹത്തെ കണ്ട് പ്രാർത്ഥിക്കുന്ന മന്ത്രം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ ഇവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ബന്ധം ഏതാണ്? ആ ബന്ധത്തിൽ എടുക്കുക. അച്ഛനാകാം അല്ലെങ്കിൽ വേറെ ആരോ ആണോ ആ ബന്ധത്തിൽ ഇവരെ സ്വീകരിക്കുക. ആ ഒരു ബന്ധം സ്ട്രോങ് ആവണം. കാരണം നമുക്കൊരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഓടിച്ച് നമ്മൾ അച്ഛനോട് അമ്മയെടുത്തുള്ള, ഇപ്പം ഈ മോനൊക്കെ ഇവരൊരു കാര്യം വേണമെങ്കിൽ അച്ഛനോ അമ്മയെടുത്ത് ഓടിച്ചെന്ന് പറയും. കാരണം അവരത് ചെയ്തു കൊടുക്കും. അവന് അതിന്റെ വിലയോ കാര്യങ്ങളോ ഒന്നും നോക്കില്ല, അല്ലേ? എനിക്കിത് വേണോ അച്ഛാ അല്ലെങ്കിൽ വേണം അമ്മ എന്ന് പറയും. കാരണം അവർ ചെയ്തു തരുമെന്ന് അറിയാവുന്നുണ്ട്. അതുപോലെ നമുക്ക് ചെന്ന് സ്ത്രീകത്തോട് ചോദിക്കാൻ പറ്റുന്ന ബന്ധമാകുമ്പോഴല്ലേ നമുക്ക് ചെയ്തു തരുന്നത്. നമുക്കിപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു നമുക്കതൊക്കെ ചെയ്യാൻ പറ്റില്ല. നരേന്ദ്രമോദിയെ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചോദിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ല, നമുക്ക് ബന്ധമില്ല അവരുമായിട്ട്. അപ്പൊ നമ്മുടെ സ്വന്തം എന്റെ സ്വന്തമാണ് അങ്ങേരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് അവിടെ ഒരു ജോലി വേണം അല്ലെങ്കിൽ ഇങ്ങനെ പറയാനൊരു സ്വാതന്ത്ര്യമുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ അമ്മ ഭഗവാൻ നമ്മുടെ സ്വന്തമാവണം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സ്വന്തമാണ്. കാരണം ഒരുപോലെ അല്ല. പുഷ്പാജിയുടെ ഭഗവാനല്ല, പുഷ്പാജി നോക്കുമ്പോൾ കാണുന്ന ബന്ധമോ അതുമല്ല നിങ്ങൾക്ക് ചേച്ചിക്കുണ്ടാവുക. ഷീലാജിക്ക് തോന്നുന്ന ബന്ധമല്ല ചിങ്ങാജിക്കുണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ചൈതന്യമാണുള്ളത്. അതനുസരിച്ചിട്ട് അവർക്ക് ഉള്ള ബന്ധമായിരിക്കും ഭഗവാൻ. പക്ഷെ എല്ലാവരും ഒരു ബന്ധം അമ്മ ഭഗവാനായിട്ട് സ്ഥാപിക്കണം. കാരണം അതിനാണ് ചന്ദ്രൻ വെച്ച് അഭിഷേകം ചെയ്യും. അങ്ങനെ പോന്നാൽ പോരാ, ശരണാഗതിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മൾ ഓർഡർ ചെയ്യാം, പക്ഷെ അതിനൊരു പവിത്രത ഉണ്ടാവണം. ഭഗവാനോട് നമുക്ക് ഓർഡർ ചെയ്യാം, കൊഞ്ചിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ അതിന് ഒരു ശരണാഗതി ഉണ്ടാവണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് ചെയ്യാം. ഇത് പനിനീര് എന്ന് പറഞ്ഞാൽ അതിനൊരു സുഗന്ധമുണ്ട്. നമ്മുടെ വെള്ളവും പനിനീരും നമുക്ക് തിരിച്ചറിയുന്ന എങ്ങനെ അതിന്റെ സുഗന്ധങ്ങൾ, അല്ലേ? നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിൽ ഓരോ കഴിവുകളും ഓരോ കാര്യങ്ങളും ഉണ്ടാവും. ഇതിനൊക്കെ നമ്മളിപ്പോ ഞാൻ പറയുന്നത് എനിക്ക് ഇന്നതുണ്ടെന്ന് ഞാൻ പറയുമല്ല, അവര് മറ്റൊരാൾ പറയുമ്പോഴാണ് നമ്മുടെ ഗുണം മറ്റുള്ളവർ അറിയുന്നത്, അല്ല? അങ്ങനെയല്ലേ വേണ്ടത്. അല്ലാതെ ഞാൻ തന്നെ എന്നെ കുറിച്ച് ഞാൻ ചേർന്ന് ഇരിക്കുന്നതല്ല നല്ലത്.
നമ്മുടെ ഗുണങ്ങൾ എന്താണോ, നമ്മൾ മറ്റുള്ളവരിൽ പെരുമാറുന്നത് എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരാൾ പറയും അതെ അവരിങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതാണ് ഉദ്ദേശിച്ചത്. പനിനീരിന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ പഴങ്ങളും വെച്ചിട്ട് നമ്മൾ അഭിഷേകം ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എല്ലാം കൊണ്ടും മിശ്രിതമാണ്. സുഖം, സന്തോഷം, ദുഃഖം എല്ലാം കൊണ്ടും മിശ്രിതമാണ്. അതുപോലെയല്ലേ പഴങ്ങൾ, പുളിയുണ്ടോ ഉണ്ടാവും, ചിലത് മധുരം ഉണ്ടാവും, ചിലതിന് കുറച്ച് ചവർപ്പ് പോലെ വരിക. എന്തായാലും നമ്മൾ കൂട്ടായിട്ട് നമ്മൾ കഴിക്കും. പക്ഷെ അതേപോലെ ആ ഒരു എല്ലാ ഇതും നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിൽ തന്നെ അഹങ്കാരമുണ്ട്, ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, ഈഗോ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ സ്നേഹമുണ്ട്, സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ടപ്പം നമ്മുടെ എല്ലാം നിറഞ്ഞതാണ് ഞാൻ. എന്നെ പോലെ തന്നെ എല്ലാം ഉള്ളതാണ് പുഷ്പാജി. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ ഗുണങ്ങൾ ഇതെല്ലാം ഉള്ളതാണ് ഞാനെന്ന് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് എനിക്ക് പുഷ്പാജിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പുഷ്പാജി ഇപ്പോൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ എനിക്കപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം. പുഷ്പാജി എൻ്റെ ഉള്ളിലുള്ള ദേഷ്യമുണ്ട്, പുഷ്പാജിൻ്റെ ഉള്ളിലും ദേഷ്യമുണ്ട്, അത് അവർ കാണിച്ചു, അത്രേ ഉള്ളൂ. നമുക്കതിലപ്പോൾ എന്തെങ്കിലും വെറുപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ തോന്നില്ല. ഞാൻ തന്നെയാണ് മറ്റുള്ളവർ, ഞാൻ തന്നെയാണ് ശിവാജി, ഞാൻ തന്നെയാണ് കുട്ടിജി എന്ന് കാണുമ്പോൾ നമുക്ക് അവരോട് ദേഷ്യം തോന്നുമോ? ഇല്ല. അപ്പം അതേപോലെ എല്ലാ ഗുണങ്ങളിലും നിറഞ്ഞ ഒരു ഫ്രൂട്ട്സുകൾ അഭിഷേകം ചെയ്യുമ്പോൾ നമ്മളും അതാണ് പ്രാർത്ഥന ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴങ്ങൾ ഉണങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ ഗുണം കൂടുതലായിരിക്കും, ഇല്ലേ? അതേപോലെ നമ്മൾക്കും ഓരോ കാലം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ കൂടിയാണ് വരേണ്ടത്, ഇല്ലേ? നമ്മൾ അവരൊക്കെ ആദ്യമൊക്കെ എന്ത് നല്ലതല്ലേ, ഇപ്പോൾ വന്നോന്ന് അവർ ഇങ്ങനെയാണ്, അങ്ങനെയല്ല നമ്മൾ പറയിപ്പിക്കേണ്ടത്, അല്ലേ? നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങൾ അത് നന്നായിട്ടായിരിക്കണം വരേണ്ടിരുന്നത്. അപ്പം അതേപോലെ ആ ഒരു ഗുണങ്ങൾ അതിനകത്തുണ്ട്. ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് പാലുകൊണ്ട് അഭിഷേകം ചെയ്യും. ബന്ധങ്ങൾ ശരിയാക്കും. പാലുകൊണ്ട് എല്ലാവരെയും കൊണ്ട് ചെയ്തിട്ടുണ്ടോ? പാലുകൊണ്ട് എല്ലാവർക്കും അഭിഷേകം ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങളുടെ ബന്ധങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥന ചെയ്യണം. അതിനുശേഷം നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ മാനസികമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്ത് തന്ന അമ്മ ഭഗവാന് നന്ദി പറഞ്ഞ് നമ്മൾ പൂക്കൾ വെച്ചിട്ട് ഇവിടെ അർച്ചന ചെയ്യുമ്പോൾ നിങ്ങളും മാനസികമായിട്ട് ഓരോ മന്ത്രം ചെല്ലുമ്പോഴും നിങ്ങളും മാനസികമായിട്ട് അങ്ങനെ അർച്ചന ചെയ്യും. ഓക്കെ, ഭജന സങ്കീർത്തനം ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും കൈകളും തട്ടി നന്നായിട്ട് ഭജന സങ്കീർത്തനത്തിൽ പങ്കെടുക്കാം. മഞ്ഞൾ, ചന്ദനം, കുങ്കുമം, ഭസ്മം. മഞ്ഞൾ, ചന്ദനം, കുങ്കുമം. എടുത്താൽ മതി. ഞാൻ ഭഗവാന്റെ ഒരു പ്രോഗ്രാമിൽ ഇരിക്കവിടെ. അങ്ങനെ എടുത്താൽ മതി. ഭഗവാന്റെ ഒരു പ്രോഗ്രാമിൽ ഇരിക്കവിടെ. ഭജന പഠിക്കും.
ഒരു അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കാൻ പറയും. ഇവിടെയൊക്കെ ഫ്രണ്ടിൽ നിൽക്കാൻ പറയും. ഇരിക്കാൻ പറയും. കൊടുക്കാം. ആ ഫ്രണ്ടിൽ നിൽക്കണവരടുത്ത് ഒന്ന് ഇരിക്കാൻ പറയാമോ? അവിടെ ഒന്ന് ഇരിക്കാൻ പറയാമോ? Mommy.
ജി ഫ്രണ്ടിൽ കുറച്ച് പേര് ഇരിക്കണ്ടേ? ജി 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 ഫ്രണ്ടിൽ കുറച്ച് പേര് ഇരിക്കണ്ടേ? ഫ്രണ്ടിൽ അവിടെ ആരും ഇരിക്കണ്ടേ? ഞാൻ വിളിക്കും. Thank you.
കാര്യങ്ങളും എല്ലാം സ്വീകരിച്ച് നമ്മുടെ അനുഗ്രഹ വർഷം ചൊരിയാനായിട്ട് റെഡിയായിരിക്കുകയാണ് ഭഗവാൻ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം നമ്മൾ എന്ത് പ്രാർത്ഥനകളാണോ നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് കണ്ണു മുമ്പിൽ പറഞ്ഞ് നന്ദിപൂർവ്വം നിങ്ങൾ ഇവിടെ കൂട്ടാർച്ചന ചെയ്യുമ്പോൾ നിങ്ങളും മാനസികമായിട്ട് എന്റെ പ്രാർത്ഥന നടപ്പിലാക്കി തന്നെ നന്ദി ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് ഓരോ മന്ത്രം ജപിക്കുമ്പോഴും നിങ്ങൾ മാനസികമായിട്ട് നന്ദി പൂക്കള് ഭഗവാൻ പാദങ്ങളിൽ അർപ്പിക്കുക. ഇവിടെ അർപ്പിക്കുന്നുണ്ടാവും. നമ്മളുടെ ചൈതന്യസ്ഥിതി കൊണ്ട് എല്ലാം മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മളിപ്പോ ഇരുപ്പ് കൊണ്ട് ഈ ലോകം മുഴുവൻ കാണാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ഈ സൃഷ്ടികർത്താവിന് നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഈ കുഞ്ഞു മനസ്സുകൊണ്ട് പറ്റില്ല. സോ ഭഗവാൻ ഒന്നുകൊണ്ട് ചെയ്താലും ഈശ്വരൻ അതിനായിട്ടുള്ള സന്ദർഭം ഉണ്ടാകും. സോ ഈ മുക്തിമോക്ഷ ക്ലാസ് ഭഗവാനോട് ചോദിച്ചു, ഭഗവാനോട് അടുപ്പമുണ്ടാകുന്നെങ്കിൽ ഭക്തി വേണോ അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് കിട്ടണോ, എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഭക്തി മതി. ഭക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ, ഭക്തി എന്ന് പറയുന്നത് ബന്ധമാണ്, ദൈവത്തിനോടുള്ള ബന്ധം, പരഞ്ചോടിയുമായിട്ടുള്ള ബന്ധം. ആ ബന്ധം നമുക്കുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും? നമ്മളുടെ കൂടെ കൂട്ടുകാരനായിട്ട് പരഞ്ചോടി വന്നതിന് ശേഷം ഇന്ന് എന്താ നമുക്ക് ആവശ്യം? കൂട്ടുകാരൻ നമ്മളെ കഷ്ടം കണ്ടിട്ടുമ്പോൾ വെറുതെ ഇരിക്കില്ല. ആ ഒരു ഭക്തി മതി. നമുക്ക് എന്താ ആവശ്യം, എപ്പോ നമുക്ക് എന്ത് തരണം അനുഭവിച്ചറിയാം, അത് നമുക്ക് സാധിച്ചു തരണം. സോ ഈ ഭഗവാൻ നമുക്ക് അതിനുവേണ്ടി തയ്യാർ ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ഭക്തി ഇമ്പോർട്ടൻ്റ് ആണ്. ആലോചിച്ച് നോക്കും, ഈ ധർമ്മത്തിൽ വന്നതിന് ശേഷം ദൈവത്തിനെ കുറിച്ചുള്ള ഒരു പേര് നമുക്കില്ല. ദൈവം നമുക്ക് വളരെ ക്ലോസ് ആയി. പലപ്പോഴും ചെറുപ്പത്തിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടാവും, ദൈവം കണ്ണു വിട്ടു, ഈ ദൈവം കുറ്റം ചെയ്യാൻ പാടില്ല, അവരെ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കും. ധർമ്മത്തിൽ വന്നതിന് ശേഷം ഏതൊരു കാര്യമായാലും ആദ്യം നമ്മൾ തുറന്നു പറയുന്നത് ഭഗവാനാണ്. അങ്ങനെയില്ല. ദൈവം നമ്മളെ ശിക്ഷിക്കുമുള്ള പേടി ശിക്ഷിക്കുമുള്ള കഴിവില്ല. എന്നാൽ ഇങ്ങനെ ആയല്ലോ എന്ന് വിലയിരുത്തുമുള്ള കഴിവില്ല. ഭഗവാൻ